വെൽക്കം ടു PROTFS ചാനൽ. ഖത്തറിൽ മിനിസ്ട്രികളുമായി ബന്ധപ്പെട്ട PR സംബന്ധമായ കാര്യങ്ങൾ അറിയുവാൻ വേണ്ടി ഞങ്ങളുടെ ചാനൽ മറക്കാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. സഹപ്രവർത്തകരെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം, നമുക്കൊരു പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിലവിലെ നമ്മുടെ എംപ്ലോയർ സ്പോൺസർഷിപ്പിൽ നിന്ന് മറ്റു സ്പോൺസർഷിപ്പിലേക്ക് എങ്ങനെ നമുക്ക് നമ്മുടെ ലോഗിൻ ഉപയോഗിച്ച് മാറാൻ കഴിയും എന്നതാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. നമുക്കറിയാം, പുതിയ ജോലി കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എംപ്ലോയ്മെൻറ്റ് നമ്മുടെ സ്പോൺസർഷിപ്പ് നിർബന്ധമായിട്ടും നമ്മൾ ആ പുതിയ ജോലിയിലേക്ക് മാറേണ്ടതാണ് ഖത്തർ നിയമപ്രകാരം. അതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഖത്തറിൽ ഒരുപാട് പുതിയ അപ്ഡേഷനുകൾ നടന്നു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ചുകൂടെ ലോയലായിട്ടുള്ള നല്ല രീതിയിലുള്ള പ്രൊഫഷണലായുള്ള അപ്ഡേഷനാണ് നടന്നിട്ടുള്ളത്. 3 രൂപത്തിലാണ് നിലവിൽ ഖത്തറിൽ സ്പോൺസർഷിപ്പ് ട്രാൻസ്ഫർ നടക്കുന്നത്. ഒന്ന്, നമ്മുടെ എംപ്ലോയറുടെ ID ഉപയോഗിച്ച്, നിലവിൽ എംപ്ലോയറുടെ ID ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയും. രണ്ടാമത്തത് പുതിയ എംപ്ലോയറുടെ ID ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യാൻ കഴിയും. മൂന്നാമത്തത് ഈ എംപ്ലോയിയുടെ ഈ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതാരോ അവരുടെ തന്നെ സ്വന്തം പോർട്ടൽ ഉപയോഗിച്ച് ചേഞ്ചിന് അപ്ലൈ ചെയ്യാൻ കഴിയും. ഇവിടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എങ്ങനെയാണ് സ്വന്തം പോർട്ടൽ ഉപയോഗിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ സ്പോൺസർഷിപ്പ് ചേഞ്ചിന് അപേക്ഷിക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഇത് സ്പോൺസർഷിപ്പ് ചേഞ്ചിന് അപേക്ഷിക്കുന്നതിന് മുമ്പ് തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ID-യുമായിട്ട് ലിങ്ക് ചെയ്തതാണെന്ന് ഉറപ്പുവരുത്തണം. കാരണം മിനിസ്റ്റർ ഓഫ് ലേബറിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ പ്രവേശിക്കുമ്പോൾ വെബ്സൈറ്റിന് ഒരു യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാക്കേണ്ടതാണ്. അത് ഉണ്ടാക്കുവാൻ വേണ്ടി നിങ്ങളുടെ മൊബൈൽ നമ്പർ നിങ്ങളുടെ ID-യുമായി ലിങ്ക് ചെയ്യപ്പെടുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ്. ഇനി രണ്ടാമത് നിങ്ങൾക്ക് വേണ്ടത്, നിങ്ങളുടെ ഓഫർ ലെറ്റർ കൺഫേം ആയി എന്ന് ഉറപ്പായ സമയത്ത് നിങ്ങളുടെ പുതിയ കമ്പനിയിൽ നിന്ന് അവരുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID അഥവാ കമ്പ്യൂട്ടർ കാർഡ് കോപ്പി നിങ്ങൾ കരസ്ഥമാക്കണം. ഇത് രണ്ടും കരസ്ഥമാക്കിയാൽ ഇവിടെ പരാമർശിച്ചിട്ടുള്ള ലിങ്കിൽ കയറി, ഈ ലിങ്ക് നമ്മളുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്കിൽ കയറിക്കൊണ്ട് നിങ്ങൾ മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ പ്രവേശിക്കേണ്ടതാണ്. മിനിസ്ട്രിയുടെ വെബ്സൈറ്റിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ഒരു ഇൻ്റർഫേസ് നിങ്ങൾ കാണാൻ കഴിയും. ഈ ഇൻ്റർഫേസിൽ സർവീസ് ഓഫ് നോട്ടിഫിക്കേഷൻ ഓഫ് ചേഞ്ച് ഓഫ് എംപ്ലോയർ എന്ന പോർട്ടലിൽ കയറുക. ഇവിടെ നിന്ന് കാണുന്ന ഇൻ്റർഫേസിൽ അപ്ലൈ ചെയ്യലോടുകൂടി നിങ്ങൾ ഈ ഒരു മിനിസ്ട്രിയുടെ ഈ സ്പോൺസർഷിപ്പ് ചേഞ്ചുമായി ബന്ധപ്പെട്ടിട്ടുള്ള പോർട്ടൽ കയറും. ഇവിടെ കയറുമ്പോൾ ഈ ലേബേഴ്സ് ആൻഡ് ഇൻഡിവിജ്വൽ പോർട്ടൽ എന്ന പോർട്ടലിൽ നിങ്ങൾ കയറുക. ഇവിടെ നേരത്തെ നിങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള നിങ്ങളുടെ സിംഗിൾ വിൻഡോയുടെ യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുക. നിങ്ങളുടെ രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTPയും കൂടി എൻ്റർ ചെയ്യുന്നതോടുകൂടി നിങ്ങൾ മിനിസ്ട്രിയുടെ പോർട്ടലിൽ ലോഗിൻ ചെയ്യും. ലോഗിൻ ചെയ്യുന്നതിന് ശേഷം കാണുന്ന ഈ ഒരു ഭാഗത്ത് മൈ സർവീസ് എന്ന ഏരിയയിൽ പ്രവേശിക്കുമ്പോൾ ഈ കാണുന്ന ഇൻ്റർഫേസിൽ നിന്ന് നിങ്ങൾ ചേഞ്ചിങ് എംപ്ലോയർ സബ്മിറ്റഡ് ബൈ എംപ്ലോയി എന്ന ഓപ്ഷനിൽ പ്രവേശിക്കേണ്ടതാണ്. ആ ഓപ്ഷനിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ കാണുന്ന ഈ ഇൻ്റർഫേസിൽ നിങ്ങളുടെ വിവരങ്ങളൊക്കെ കാണാൻ കഴിയും. ഇവിടെ ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ 2 ഓപ്ഷനുമുണ്ട്. നിങ്ങൾ കമ്പനിയിലേക്കാണ് നിങ്ങളുടെ നിലവിലെ സ്പോൺസർഷിപ്പ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് എന്ന ഈ പോർട്ടലിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അല്ല, നിങ്ങൾ വ്യക്തികളുടെ ഖത്തറി സ്പോൺസർഷിപ്പ് അതുപോലെയുള്ള വ്യക്തികളുടെ സ്പോൺസർഷിപ്പിലേക്കാണ് ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഹോം എംപ്ലോയേഴ്സ് ആൻഡ് എംപ്ലോയി എന്ന് പറയുന്ന പോർട്ടലിൽ കയറേണ്ടതാണ്. ഓക്കെ, അങ്ങനെ നിങ്ങൾ ഏത് മേഖലയിലേക്കാണോ ചേഞ്ച് ചെയ്യുന്നതെങ്കിൽ, കമ്പനിയിലേക്ക് ചെയ്യുന്നതെങ്കിൽ ആ കമ്പനിയുടെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ID അല്ലെങ്കിൽ വ്യക്തികളുടെക്കാണ് ചേഞ്ച് ചെയ്യപ്പെടുന്ന ആളുടെ ഖത്തർ ID നമ്പർ ഇവിടെ കൊടുക്കുന്നതോടുകൂടി അവരുടെ ഡീറ്റെയിൽസ് ഇവിടെ സെർച്ച് ചെയ്യുമ്പോൾ ഇവിടെ ഓട്ടോമാറ്റിക് വരുന്നതാണ്. തുടർന്നുള്ള സ്ഥലങ്ങളിൽ നിങ്ങളുടെ NOC, നിങ്ങളുടെ CV, നിങ്ങളുടെ എഡ്യൂക്കേഷൻ സർട്ടിഫിക്കറ്റ് ഇതെല്ലാം അപ്ലോഡ് ചെയ്യലോടുകൂടി സബ്മിറ്റ് ആപ്ലിക്കേഷൻ എന്ന ഭാഗം ക്ലിക്ക് ചെയ്യലോടുകൂടെ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള സ്പോൺസർഷിപ്പ് ചേഞ്ചിനുള്ള റിക്വസ്റ്റ് സബ്മിറ്റഡ് ആവുന്നതാണ്. പക്ഷേ ഓർക്കേണ്ട ഒരു വിഷയം, ഈ ഒരു വിഷയത്തോടു കൂടി ഇത് കംപ്ലീറ്റ് ആവുകയില്ല. നിങ്ങൾ സബ്മിഷൻ ചെയ്തതിന് ശേഷം നിങ്ങളുടെ പുതിയ എംപ്ലോയറും പഴയ എംപ്ലോയറും അപ്രൂവൽ നൽകേണ്ടതാണ്. ആ എംപ്ലോയർ എങ്ങനെയാണ് അപ്രൂവൽ നൽകേണ്ടത് എന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് അടുത്ത വീഡിയോയിലൂടെ നമ്മൾ നിങ്ങളെ അറിയിക്കുന്നതാണ്. താങ്ക് യു.